മോനെ കുടിപ്പിക്കാൻ പറ്റണം നായിയല്ലോ. പിന്നെ ബിഗ് ബോസിൽ വിളിക്കാത്ത ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നുണ്ട്. ഇതുവരെ വിളിച്ചിട്ടില്ല. ബിഗ് ബോസ് ഇതെടുത്ത് പിന്നെ എന്റെ പേരായിട്ട് ഇട്ടാനേ. നോക്കട്ടെ ഇത് കഴിഞ്ഞ് നോക്കാം. ഞാൻ അവർക്ക് റീച്ച് കൊടുക്കാൻ വേണ്ടിയോന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. മനസ്സിലായോ? അവർ ചിലപ്പില്ല അവർ തന്നെ അബൂ സലീമിന് ഇതാക്കി കുറച്ച് റീച്ച് ആക്കി. ഞാൻ അന്നെ വെച്ച് കുറച്ചാക്കാൻ സാധ്യത ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഞാൻ ആലോചിച്ച് റിയാക്ട് ചെയ്യാം. ഓക്കെ, റിയാക്ട് ചെയ്യണം. ചാറ്റ് അവർ റിയാക്ട് ചെയ്യണം. ഞാൻ റിയാക്ട് ചെയ്താൽ അവർക്ക് റീച്ച് കൂടും. റിയാക്ട് ചെയ്യണം. പറ. എന്നെ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ പുള്ളിയും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏത് രീതിയിലായിരിക്കും? റൊമാൻറ്റിക് കോമഡി സിനിമ പോലെ. സിനിമ ഓരോ ജോണർ ഉണ്ടല്ലോ, അതുപോലെ പറഞ്ഞ. അപ്പൊ അവിടെയുള്ള മറ്റു വീട്ടുകാർക്ക് ഈ റൊമാൻറ്റിക് കോമഡി പിടിക്കുമെന്നുള്ള. ആയിക്കോട്ടെ, ഇവൻ ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ അള്ളാഹെ ഞാൻ അടിക്കും. ബിഗ് ബോസിൽ ഇവൻ ഉണ്ടെങ്കിൽ അമ്മ തമ്മിൽ അടിയാവും. അള്ളാഹെ അടിയാവും. ആരെ പറയാലോ ഗൂഗിൾ പേ റിയാക്ട് ചെയ്യേണ്ട മൈരന്മാരെ ചെയ്യണ്ടേ? ചെയ്യാം. പിച്ച കൊടുക്കാടാ. എരന്ന് വന്നാലേ ഇത് വന്നാലേ ചോദിച്ചാ വന്നാലേ നമുക്ക് കൊടുക്കാം. റിയാക്ട് ചെയ്യാം. കുറച്ചു റിയാക്ട്. എന്താണ് റിയാക്ട് ചെയ്യാം? ഓക്കെ, ജീവിക്കട്ടെ. പിച്ച കൊടുക്കാം. ഇതുപോലെ ആക്കണോല്ലേ? ഇതേപോലെ മാറ്റ് ആക്കിയാലോ ഞാനോ? നായി എന്റെ മക്കളെ ഇരാന്താക്കല്ലാണ്. എനക്ക് ഇതേപോലെ ആക്കണോടാ. നാനോന്റെ അവസ്ഥ കണ്ടിട്ടാ നിങ്ങള് മനസ്സിലാവും. അന്ന് ആക്സിഡന്റ് ആയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ലടാ. വർക്ക്ഷോപ്പിൽ തന്നെ ഉള്ളത്.